Next topic is poles, salient poles. In the case of generator with the peripheral speeds up to 25 meter per second, the poles are bolted to the yoke or bolted to the yoke. സാലിയൻ പോൾ മെഷീൻ എന്ന് പറയുമ്പോഴത്തേക്ക് സ്പീഡ് കുറവായിരിക്കുമ്പോൾ അതിൻ്റെ പെരിഫറൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ പൈ ഡി എൻ എസ് ബൈ 60 പൈ ഇൻറ്റു ഡി ഈസ് ദ ഡയമീറ്റർ ഓഫ് ദി റോട്ടർ, എൻ എസ് എന്ന് പറഞ്ഞാൽ സിങ്കണസ് സ്പീഡ് ഇൻ ആർ പി എം, ക്യാപിറ്റൽ എൻ എസ്, പൈ ഡി എൻ എസ് ബൈ 60. അത് 25 മീറ്റർ പെർ സെക്കൻഡിൽ ഉള്ളിൽ ആണെങ്കിൽ, സ്പീഡ് കുറവാണെങ്കിൽ ദ പോൾസ് ആർ ബോൾട്ടഡ് ടു ദി യോക്ക്. എങ്ങനെയാണ് ഇതാണ്ട് നോക്കണം, ബോൾട്ടഡ് ഓൺ. ഏറ്റവും ഇതാണ്ട് ആദ്യത്തെ ലെഫ്റ്റ് വൺ, ദിസ് പോൾസ് ആർ ബോൾട്ട് ചെയ്തിരിക്കുക ഇവിടെ. ഇത് യോക്കിൻ്റെ ഭാഗമാണ്, യോക്കിൻ്റെ ഔട്ടർ റിമ്മാണ്. അങ്ങോട്ട് വെച്ച് ബോൾട്ട് ചെയ്യും, ബോൾട്ടഡ് ടു ദ യോക്ക്. ഈ കൊടുത്തിരിക്കുന്ന ഹോൾസ് ഉണ്ട്, ആ സ്ലോട്ട്സാണ്. എന്തിന്? ഡാംപർ ബാർസ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഓരോ ഹോളിലും ഓരോ സ്ലോട്ടിലും ഓരോ ബാർ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ എൻട്രിങ് വെച്ച് ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ അത് നമ്മുടെ സ്ക്വിറൽ കേജ് വൈൻഡിങ് പോലെ ആകും. ഡാംപർ വൈൻഡിങ് എന്ന് അതിന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ പിന്നീട് കാണാം. ദ പോൾസ് ആർ ബോൾട്ടഡ് ടു ദി യോക്ക്. Dovetail and T-shaped construction are also used. എൻ്റെ ചില ലെറ്റേഴ്സ് ടിപ്പിക്കലാണ്. റണ്ണിങ് ലെറ്റർ എഴുതിയപ്പോഴത്തേക്ക് ആണിത്, ഓൾസോ യൂസ്ഡ്. അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ചില വാക്കുകൾ വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാകാം. പിന്നെ ഇത് ഒന്ന് നോർമൽ സൈസിൽ നിന്ന് ചെറിയ സൈസുമാണ്. 2 പേജസ് ഒരു പേജിലായിട്ട് അക്കോമഡേറ്റ് ചെയ്തിരിക്കുകയാണല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഡൗട്ടെയിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് ഇയർ വർക്ക്ഷോപ്പ്, ഇത് ഡൗട്ടെയിൽ ജോയിൻ്റാണ്. ഡൗട്ടെയിൽ ഇതിനാ പറയുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ നേരെ ഇൻസേർട്ട് ചെയ്യാൻ ഒക്കത്തില്ല, ഇങ്ങനെ സൈഡിൽ കൂടെ ഇൻസേർട്ട് ചെയ്ത അതാണല്ലോ ഡൗട്ടെയിൽ. സെയിം പോൾ തന്നെ, ഇവിടെ ഡൗട്ടെയിൽ. അപ്പോൾ ഇത് നല്ല ടൈറ്റായിട്ട് ഇവിടെ അങ്ങ് ഇരുന്നോളും. അപ്പോൾ ഇത് കറങ്ങുമ്പോഴൊന്നും സംഭവിക്കത്തില്ല. അപ്പോൾ ഇതിനാവശ്യത്തിന് തിക്നെസ്, ഈ ഭാഗത്ത് തിക്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല. തിക്നെസ് തീരെ കുറഞ്ഞു പോയാൽ കാലക്രമേണ ഈ ഭാഗമാണെങ്കിൽ ക്രാക്ക് ഡെവലപ്പ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി ആവശ്യമുള്ള തിക്നെസ് ഇവിടെ കൊടുത്തുകൊണ്ട് ഇങ്ങനൊരു രീതിയിൽ ഡൗട്ടെയിൽ കൺസ്ട്രക്ഷൻ ഇതാണ്. ടീ ഹെഡ് കൺസ്ട്രക്ഷൻ. ടീ ഹെഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ടീ ഹെഡ്, ടീ പോലല്ലേ ടീ ഹെഡ്. എന്നിട്ട് ഇത് ഈ സൈഡിൽ കൂടെ ഇൻസേർട്ട് ചെയ്യും, പോള് റോട്ടറിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യും, ബാക്കിയെല്ലാം ചെയ്യുന്നതിന്. അപ്പം ടീ ഹെഡ് കൺസ്ട്രക്ഷൻ ഇത് ഈ പെരിഫറൽ സ്പീഡ് കൂടുന്നതനുസരിച്ചാണ്. ഏറ്റവും കുറഞ്ഞ സ്പീഡാണെന്നുണ്ടെങ്കിൽ ഇതിവിടെ ബോൾട്ട് ചെയ്യത്തുള്ളൂ. പിന്നെ സ്പീഡ് കൂടുന്നതനുസരിച്ച് ഡൗട്ടെയിൽ കൺസ്ട്രക്ഷന്, അത് കഴിഞ്ഞ് ടീ ഹെഡ് കുറേ കൂടെ കൂടിയ സ്പീഡിന്. ഇനി വളരെ ഉയർന്ന സ്പീഡാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് സാലിയൻ പോൾ മെഷീൻ തന്നെ അനുവദിക്കപ്പെടുന്ന ഒരു സ്പീഡുണ്ട്. അതിൻ്റെ ഹയർ റേഞ്ചിൽ വരുമ്പോഴത്തെ മൾട്ടിപ്പിൾ ടീ ഹെഡ്, ഒരു ടീ ഹെഡല്ല, അതിന് പകരം ഒന്നിലധികം ടീ ഹെഡ് കൊടുക്കും. അപ്പം കൂടുതൽ ബലമുള്ള ഒരു കൺസ്ട്രക്ഷനാണിത്, ടീ ഹെഡ്. ഇതാണ് ടീ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വീണ്ടും ഇത് സൈഡിൽ കൂടെ ഇൻസേർട്ട് ചെയ്യും. ഇതെന്തായി കാണിച്ചിരിക്കുന്നത്? ഈ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വൈൻഡിങ്ങാണ്, ഫീൽഡ് വൈൻഡിങ്. ദിസ് ഈസ് ദ ഫീൽഡ് വൈൻഡിങ്. ഫീൽഡ് വൈൻഡിങ് പോളിന് ചുറ്റും കൊടുത്തിരിക്കുന്ന വൈൻഡിങ് ആണല്ലോ ഫീൽഡ് വൈൻഡിങ് ആണ് ചുറ്റി. അതിങ്ങനെ ഹാച്ച്ഡ് രീതിയിൽ കാണിച്ചിരിക്കുന്നുള്ളതേ ഉള്ളൂ, ഫീൽഡ് വൈൻഡിങ്. ഓരോ പോളും നമുക്ക് മാഗ്നറ്റ് ആക്കുന്നതിന്, എനർജൈസ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് അതിനൊരു വൈൻഡിങ് കൊടുത്തിട്ടുണ്ട്. ആ വൈൻഡിങ്ങിൽ കൂടെ ഡയറക്റ്റ് കറണ്ട് പാസ് ചെയ്യിക്കും, ഫീൽഡ് എക്സൈറ്റേഷൻ കൊടുക്കുന്നതിന്, ഫീൽഡ് കറണ്ട് കൊടുക്കുന്നതിന്. ഇത് നേരത്തെ ആ സ്ലോട്ട്സ് ഡാംപർ വൈൻഡ് വെക്കുന്നതിനുള്ള സ്ലോട്ട്സാണത്. അപ്പോൾ പോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ വിവിധ ടൈപ്പാണ്. ഇത് സാലിയൻ പോൾസിനാണല്ലോ ഇത് ഉപയോഗിക്കുന്നത്. സംടൈംസ് എ മൾട്ടിപ്പിൾ ടീ ഹെഡ് കൺസ്ട്രക്ഷൻ ആസ് ഷോൺ ഇൻ ഫിഗർ ഈസ് യൂസ്ഡ്. The cross section of the poles may be
റെക്റ്റാങ്കുലർ ഓർ സർക്കുലാർ. പോൾസിൻ്റെ സെക്ഷൻ, ക്രോസ് സെക്ഷൻ ഒന്നുകിൽ റെക്റ്റാങ്കുലറോ അല്ലെന്നുണ്ടെങ്കിൽ സർക്കുലറോ ആകാം. സർക്കുലർ എന്ന് പറയുമ്പോഴത്തേക്ക് സർക്കുലാർ നോക്കണം, ഇതുണ്ട് ഇവിടെ, ഇത് റെക്റ്റാങ്കുലർ പോൾസ്, ദിസ് ഈസ് സർക്കുലാർ പോൾസ്. അപ്പം അതിൻ്റെ സ്റ്റെമ്മ്, പോളിൻ്റെ സ്റ്റെമ്മെന്ന് പറഞ്ഞാൽ സർക്കുലർ ആയിരിക്കും. ഇത് റോട്ടറിലോട്ട് ഫിക്സ് ചെയ്യും. ഇതിൻ്റെ പക്ഷേ ഇതിൻ്റെ ആ ഷൂ പോർഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പ്രെഡ് ചെയ്യത്തക്ക രീതിയിൽ ഇങ്ങനൊരു ടിപ്പ് ഉണ്ടാക്കിയിട്ട് വെക്കും. അപ്പോൾ കൂടുതൽ ഏരിയയിലോട്ട് ഫ്ലക്സ് പോകും. ഇതേമാതിരി ഇത്രയും സ്പ്രെഡുണ്ട്. അതേമാതിരി ഒരു സ്പ്രെഡ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ ഷൂ ഭാഗം, പോൾ ഷൂ ഭാഗം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും. പക്ഷേ the body of the poles, the stem of the poles is round, circular. അതിനെന്താ അഡ്വാൻറ്റേജ്? ഇതിനെ അപേക്ഷിച്ച് ഇതിന് അഡ്വാൻറ്റേജ് എന്താ? ഇവിടെ അഡ്വാൻറ്റേജ് എന്താ? വൈൻഡിങ് അപ്പോൾ ഇതിന് ചുറ്റും ഇങ്ങനെ ചുറ്റിയാൽ മതി, ഈ പോൾസിന്, ഈ സ്റ്റെമ്മിന് ചുറ്റും ചുറ്റിയാൽ മതി. അപ്പോൾ സർക്കുലാർ ഷേപ്പ് വൈൻഡിങ് ആയിരിക്കും. ഇവിടെയാണെങ്കിൽ വൈൻഡിങ് ഇതിന് ചുറ്റുമാണ് പോകേണ്ടത്. ഇങ്ങനെ പോയി ഈ ബോഡിയിൽ കൂടെ പോയി ഇങ്ങനെ വശത്ത് വന്ന് ഇവിടെ കൂടെ വന്ന് ഇങ്ങനെ ആയിരിക്കും, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെയായിരിക്കും അപ്പോൾ ആ വൈൻഡിങ്. ഇപ്പോൾ റെക്റ്റാങ്കുലർ വൈൻഡിങ് ആണ്. ഇപ്പം രണ്ടിനും അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ സർക്കുലാർ പോൾസ് ആണെങ്കിലുള്ള അഡ്വാൻറ്റേജ് എന്താ നോക്കാം. ദ ക്രോസ് സെക്ഷൻ ഓഫ് ദ പോൾസ് മേ ബി rectangular or circular. Circular poles have the following advantages. One, എന്താണ്? The length of the mean turn of the field winding is smallest, and so cost of copper is reduced. Hence the copper loss is less. അപ്പോൾ ലെങ്ത് ഓഫ് ദ മീൻ ടേൺ, ഒരു ടേൺ ആവറേജ് ശരാശരി ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ ശരാശരി നീളം, ചുറ്റളവ്, ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ ശരാശരി ചുറ്റളവ്, ലെങ്ത് ഓഫ് ദ മീൻ ടേൺ ഓഫ് ദ ഫീൽഡ് വൈൻഡിങ് ഈ സ്മോളസ്റ്റ്. സർക്കുലർ ആകുമ്പോഴായിരിക്കും അത് ഏറ്റവും ചുരുങ്ങിയ ഡയമീറ്റർ ഉള്ളത്, സർക്കംഫറൻഷ്യൽ ലെങ്ത് ഉള്ളത്. ആൻഡ് സോ കോസ്റ്റ് ഓഫ് ദ കോപ്പർ ഈസ് റെഡ്യൂസ്ഡ്. അപ്പോൾ ഇതിന് നമുക്ക് MMF പ്രൊഡ്യൂസ് ചെയ്യാൻ, നിശ്ചിത ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ നിശ്ചിത MMF വേണം. എന്ന് പറഞ്ഞാൽ ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ നമ്പർ ഓഫ് ടേൺസ് അതിനൊരു നിശ്ചിത എണ്ണം വേണം. ഇപ്പോൾ ടേൺസ് നിശ്ചിത എണ്ണം വേണം. അപ്പം റെക്റ്റാങ്കുലർ ആയിരുന്നാലും സർക്കുലർ ആയിരുന്നാലും. അപ്പോൾ പക്ഷേ ഒരു ടേണിൻ്റെ ലെങ്ത് ഏറ്റവും കുറഞ്ഞിരുന്നാൽ എന്താ അഡ്വാൻറ്റേജ് എന്താ? കോപ്പർ കുറവായിരിക്കും. കോപ്പർ കുറഞ്ഞിരുന്നാൽ അതിൻ്റെ കോസ്റ്റ് കുറയും. വലിയ ജനറേറ്ററൊക്കെ ആകുമ്പോഴേ ഇതിനകത്തൂടെ കറണ്ട് പോകുന്നത് നിസ്സാരമായ കറണ്ട് ആയിരിക്കത്തില്ല, 5 ആമ്പിയറോ ഒന്നും ആയിരിക്കത്തില്ല. ഇതിനകത്തൂടെ ചിലപ്പം ഒരു പക്ഷേ 100 ആമ്പിയറിനടുത്തും 50, 100 ആമ്പിയറിനടുത്തൊക്കെ പോകണം. അപ്പോൾ അതിനനുസരിച്ചുള്ള കണ്ടക്ടർ കോപ്പർ കൂടുതലായിരിക്കും. The whole of the winding surface is uniformly exposed to air. അപ്പോൾ സർക്കുലർ വൈൻഡിങ് ആണെങ്കിൽ the whole of the വൈൻഡിങ്ങിൻ്റെ മുഴുവൻ ഭാഗവും ഹോൾ, WHLE മുഴുവൻ, the whole of the winding surface, വൈൻഡിങ് സർഫസിൻ്റെ മുഴുവൻ ഭാഗവും ഈസ് യൂണിഫോംലി എക്സ്പോസ്ഡ് ടു എയർ, എയറിൽ എക്സ്പോസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് എന്താ? ആൻഡ് ദെയർഫോർ വെൻറ്റിലേഷൻ ഈസ് ബെറ്റർ എന്ന് പറഞ്ഞാൽ കൂളിംഗ് ബെറ്റർ ആയിരിക്കും. അപ്പോൾ ആ വൈൻഡിങ്ങിൽ കൂടെ കറണ്ട് പോകുമ്പോഴേ അതിൻ്റെ റെസിസ്റ്റൻസ് മൂലം കോപ്പർ ലോസ് ഉണ്ടാകുന്നു. കോപ്പർ ലോസ് മൂലം വൈൻഡിങ് ചൂടാകുന്നു. അപ്പോൾ അത് തണുക്കണം. അപ്പോൾ അത് ഫുള്ളി എക്സ്പോസ്ഡ് ടു എയർ ആണെന്നുണ്ടെങ്കിൽ തന്നെ അത് തണുക്കും. സിൻസ് ദ ഫീൽഡ് കോയിൽസ് ആർ, മൂന്നാമത്തെ പോയിന്റ്, സിൻസ് ദ ഫീൽഡ് കോയിൽസ് ആർ സർക്കുലർ ഇൻ ഷേപ്പ്, ദേ കനോട്ട് ബി ഈസിലി ഡിഫോംഡ് ബൈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സസ്. എന്തുവാണ്? അപ്പം നമ്മൾ ഈ റോട്ടറിൻ്റെ ചുറ്റുമാണല്ലോ പോൾസ് കൊടുത്തിരിക്കുന്നത്. പോൾസ് 20 പോളോ 24 പോളോ 40 പോളോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്പീഡ് ഓഫ് ദ മെഷീൻ. ടർബൈൻ്റെ സ്പീഡ് എത്രയാണോ അതിനനുയോജ്യമായ രീതിയിലുള്ള പോൾസ്, നമ്പർ ഓഫ് പോൾസ്, അതിനനുയോജ്യമായ രീതിയിലുള്ള ഓൾട്ടർനേറ്റർ ആയിരിക്കും, ജനറേറ്റർ ആയിരിക്കും. അപ്പോൾ അതിനനുയോജ്യമായ രീതിയിലുള്ള നമ്പർ ഓഫ് പോൾസ് കാണും. അപ്പോൾ അത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ റോട്ടർ. അപ്പോൾ റോട്ടറിൻ്റെ ചുറ്റും പോൾസ് ഉണ്ട്. പോൾസിന് ചുറ്റും വൈൻഡിങ് ഉണ്ട്. അപ്പോൾ കറങ്ങുമ്പോഴേ സെൻട്രിഫ്യൂഗൽ ഫോഴ്സസ്, നമുക്കറിയാം ഒരു ബോഡി കറങ്ങുമ്പോഴേ അതിന് അവരുടെ പെരിഫറിയിൽ നിന്നും ഫോഴ്സ്, പുറത്തേക്കുള്ള ഫോഴ്സ് ആണ് ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അപ്പോൾ ആ ഫോഴ്സ് മൂലം ഈ ചുറ്റിയിരിക്കുന്ന വൈൻഡിങ് ഇളകിപ്പോകാനുള്ള
സാധ്യതയുണ്ട്. അപ്പം സർക്കുലർ വൈൻഡിങ് ആണ് എന്നുണ്ടെങ്കിൽ അത് വളരെ ഫേമായിട്ട് ഈ ബോഡിയുമായിട്ട് പറ്റിച്ചേർന്നിരിക്കും. അപ്പോൾ അതാണ് കൂടുതൽ സ്റ്റേബിള്. അപ്പോൾ സിൻസ് ദ ഫീൽഡ് കോയിൽസ് ആർ സർക്കുലർ ഇൻ ഷേപ്പ്, ദേ കനോട്ട് ബി ഈസിലി ഡിഫോംഡ്. ഡിഫോംഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് മാറി അത് ഇളകിപ്പോകാൻ ഊരിപ്പോകാനും ഒക്കെ സാധ്യതയുണ്ട്. ഡിഫോംഡ് ബൈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സസ്. കറങ്ങുന്ന ബോഡിയായ സെൻട്രിഫ്യൂഗൽ ഫോഴ്സസ് ഉണ്ട്. ബിക്കോസ് ഓഫ് ദ ആക്ഷൻ ഓഫ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സസ്, if it is other than circular, for example rectangular, then there is every chance of the winding gets deformed because of centrifugal forces. അപ്പോൾ സർക്കുലർ വൈൻഡിങ് ആണെങ്കിൽ that problem is solved, that problem is overcome to a reasonable extent. അപ്പോൾ അങ്ങനെ പ്രശ്നം കാണത്തില്ല. അടുത്ത എന്താണ് ഡാംപർ വൈൻഡിങ്? വാട്ട് ഈസ് ഡാംപർ വൈൻഡിങ്? ഡാംപർ വൈൻഡിങ് ടു ഡാംപ് ഔട്ട് ദി ഓസിലേഷൻസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ഹണ്ടിങ്. ഡാംപർ വൈൻഡിങ്സ് ആർ യൂസ്ഡ്. ഹണ്ടിങ് എന്ന് പറഞ്ഞ ഒരു ഫിനോമിന നമ്മൾ ഈ സാലിയൻ പോൾ മെഷീൻസിലാണ്. സാലിയൻ പോൾ മെഷീൻ എന്ന് പറഞ്ഞാൽ അധികം സ്പീഡില്ലാത്ത മെഷീനാണ്. 50 RPM മുതൽ 500 RPM വരെയാണ് അതിൻ്റെ സ്പീഡ് റേഞ്ച്. അപ്പോൾ സ്പീഡ് കുറവായതുകൊണ്ട് ഈ ലോഡ് വേരി ചെയ്യുമ്പോൾ സിസ്റ്റത്തിലെ ലോഡ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കാം. പല കൺസ്യൂമേഴ്സും പല സമയത്തല്ലേ ലോഡ് ഇടുന്നത്. അപ്പോൾ ലോഡ് വേരി ചെയ്യുമ്പോൾ അപ്പോൾ കാര്യമായിട്ടുള്ള ചിലപ്പോൾ ഒരു ഫീഡർ ട്രിപ്പായി പോകാം. ഒരു ഫീഡർ അപ്പോൾ നമ്മൾ ഒരു രാജ്യത്ത് കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു പ്രദേശത്തെ ഇപ്പം കേരളം പോലുള്ള സംസ്ഥാനത്ത് ചിലപ്പോൾ പല ഫീഡേഴ്സ് ഇങ്ങനെ പലപ്പോഴും ട്രിപ്പായിക്കൊണ്ട്. അപ്പോൾ ഒരു ഫീഡർ ട്രിപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആണ് കാര്യമായ ലോഡ് വ്യതിയാനം വരും. ലോഡ് വ്യത്യാസം വരുമ്പോൾ അപ്പോൾ ലോഡ് കുറയുക, സിസ്റ്റത്തിൽ ലോഡ് പെട്ടെന്ന് കുറയുക. സിസ്റ്റത്തിൽ ലോഡ് പെട്ടെന്ന് കുറയുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഏത് മെഷീൻ്റെയും ലോഡ് കുറയുമ്പം സ്പീഡ് കൂടും. അപ്പോൾ ലോഡ് കൂടുമ്പോഴാണ് സ്പീഡ് ഫോളോ ചെയ്യും. അപ്പോൾ ഈ സ്പീഡ് ഫ്ലക്ച്വേഷൻസ് ബിക്കോസ് ഓഫ് ദ ലോഡ് വേരിയേഷൻ, ദ മൊമെൻ്ററി സ്പീഡ് ഫ്ലക്ച്വേഷൻസ് ബിക്കോസ് ഓഫ് ദി ലോഡ് വേരിയേഷൻ, ഫ്രീക്വൻറ്റ് ലോഡ് വേരിയേഷൻ ഒക്കറിങ്, അതുമൂലം എന്താ സംഭവിക്കുക? ഒരു ഓസിലേഷൻ ഉണ്ടാവും. അപ്പോൾ അതിനാണ് ഹണ്ടിങ് എന്ന് പറയുന്നത്. The speed variation, the speed fluctuation because of load variation is called what is called hunting. അത് നമുക്ക് നല്ലതല്ല. ദാറ്റ് ഈസ് ടു ബി അവോയ്ഡഡ്. അത് ഡാമ്പ് ചെയ്യണം. നമുക്കറിയാം ഡാമ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇല്ലായ്മ ചെയ്യണം. നമ്മൾ ഇൻസ്ട്രുമെൻസിലൊക്കെ ഡാമ്പിങ് ടോർക്കൊക്കെ പ്രൊവൈഡ് ചെയ്യും. അതിങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കാതെ പെട്ടെന്ന് ആ ഓസിലേഷൻസ് നിർത്തും. ഇപ്പം മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണെങ്കിൽ ആ ഓസിലേറ്റ് ചെയ്ത് നിൽക്കാൻ പാടില്ല, പക്ഷേ പോയി പെട്ടെന്ന് അത് സ്റ്റേബിളായിട്ടൊരു പോയിന്റ് എന്ന് പറഞ്ഞ മാതിരി ആ ഓസിലേഷൻസ് ഇല്ലായ്മ ചെയ്യണം. ടു ഡാംപ് ഔട്ട് ദി ഓസിലേഷൻസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ഹണ്ടിങ്, ഡാംപർ വൈൻഡിങ്സ് ആർ യൂസ്ഡ്. അതില്ലായ്മ ചെയ്യുന്നതിനാണ് ഡാംപർ അപ്പം ഉപയോഗിക്കുന്നത്. അത് പ്രധാനമായിട്ടും വരുന്നത് ഈ സാലിയൻ പോൾ മെഷീൻ, സ്പീഡ് കുറവായിട്ടുള്ള താരതമ്യേന കുറവായിട്ടുള്ള സാലിയൻ പോൾ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഇതേമാതിരി പോൾസ് വെച്ചിരിക്കുന്ന സാലിയൻ പോൾ മെഷീൻസ്, പ്രൊജക്റ്റിംഗ് പോൾസ് ഉള്ള മെഷീൻസിലാണ്. അത് ഹൈഡ്രോ ഇലക്ട്രിക് ജനറേറ്റിംഗ് സ്റ്റേഷനിൽ വെച്ചിരിക്കുന്ന ജനറേറ്റേഴ്സിൻ്റെ കാര്യത്തിലാണ്. ദീസ് ഡാംപർ വൈൻഡിങ്സ് ആർ ഹൗസ്ഡ് ഇൻ സ്ലോട്ട്സ്. എവിടെയാണ്? ഇൻ സ്ലോട്ട്സ് പ്രൊവൈഡഡ് ഇൻ ദി പോൾ ഷൂസ്. പോൾ ഷൂസിൽ ഞാൻ നേരത്തെ കാണിച്ചു, താണ്ടേ പോൾ ഷൂസിൽ ഈ കാണിച്ചിരിക്കുന്ന ഈ ഹോൾസാണ്, ഇത് സ്ലോട്ട്സാണ്. ഇതിനകത്ത് ഡാംപർ വൈൻഡിങ് വെക്കും. എന്ന് പറഞ്ഞാൽ സോളിഡ് ബാർസ്, കട്ടിയുള്ള ഒരൊറ്റ ബാറ്, ഇതെല്ലാം ഓരോന്നിനകത്ത് ഓരോന്ന് വെക്കും എല്ലാ പോൾ ഷൂയിലുമുള്ള ഈ സ്ലോട്ട്സിൽ. എന്നിട്ട് ഇതുങ്ങളെല്ലാം കൂടെ ഷോർട്ട് ചെയ്യും എൻട്രിങ് വെച്ച്. ഒരു സൈഡിൽ ഒരു എൻട്രിങ്, മറ്റേ സൈഡിൽ വേറെ എൻട്രിങ്. അപ്പോൾ എൻട്രിങ് അതിനെക്കുറിച്ചുകൂടെ പ്രത്യേകം പറയുന്നുണ്ട്. ദീസ് ഡാംപർ വൈൻഡിങ്സ് ആർ ഹൗസ്ഡ് ഇൻ സ്ലോട്ട്സ് പ്രൊവൈഡഡ് ഇൻ ദ പോൾ ഷൂസ്. ദീസ് ഡാംപർ windings consist of heavy copper rods, one in each slot. ഒരു സ്ലോട്ടിനകത്ത് ഒരെണ്ണം വെച്ച് in each slot, riveted at the ends, two common bars, one at each end, so as to form short-circuited grids. റിങ് എന്നുള്ള അർത്ഥത്തിലെടുത്താൽ മതി. In most cases, the end bars in the pole shoe are adequate without any bar in the interpolar region. കാരണം ഇൻ്റർപോളാർ റീജിയനിൽ ഇത് കണ്ടിന്യൂസ്, ചില കേസുകളിൽ കണ്ടിന്യൂസ് ആയിരിക്കത്തില്ല ഈ റിങ്. അപ്പോൾ ഒരു പോൾ വന്നു കഴിഞ്ഞാൽ അടുത്ത ഇൻ്റർപോളാണ്, പിന്നെ വീണ്ടും അടുത്തത് പിന്നെ ഇൻ്റർപോളാർ റീജിയനാണ്, അടുത്ത പിന്നെ വീണ്ടും പോള്.
ഇപ്പോൾ നോർത്ത് പോള്, സൗത്ത് പോള്. അപ്പോൾ ഈ ഇടയ്ക്കുള്ള റീജിയൻ ഇൻ്റർപോളാർ റീജിയനാണ്. അപ്പോൾ അവിടെ പോൾസൊന്നുമില്ല. അപ്പോൾ അവിടെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ നോർത്ത് പോളിൻ്റെ അടിയിലുള്ള എല്ലാം കണ്ടക്ടേഴ്സ് എല്ലാം കൂടെ ഷോർട്ട് ചെയ്തിങ്ങനെ, പിന്നെ സൗത്ത് പോളിൻ്റെ അണ്ടറിൽ വരുന്ന ഈ ഡാംബർ ബാർസ് എല്ലാം കൂടെ ഷോർട്ട്. അപ്പോൾ ഇങ്ങനെ സെക്ഷൻസ് ഓഫ് എൻട്രിങ്സ് ആയിരിക്കും കിടക്കുന്നത്. അത് അങ്ങനെ കൊടുക്കാം. ഷോർട്ട് സർക്യൂട്ട് ഇൻ മോസ്റ്റ് കേസസ് the end bars in the poles are adequate without any bar in the interpolar region. But in some cases, the short-circuiting end bars are provided completely around the rotor so that they form two short-circuiting rings similar to the two end rings of a squirrel cage rotor. ചില കേസുകളിലാണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ ചുറ്റാകെ ഒരു എൻട്രിങ് ഒരു സൈഡിലും മറ്റേ എൻട്രിങ് മറു സൈഡിലും. അപ്പോൾ എല്ലാ പോൾസിൻ്റെയും ഡാംബർ ബാർസ് ഷോർട്ട് ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു റിങ് ഒരു സൈഡിലും മറ്റൊരു റിങ് മറ്റൊരു സൈഡിലും. ബ്രേക്സ് എന്തിനാ? ലാർജ് മെഷീൻസ് മേ ടേക്ക് ഹാഫ് ആൻ അവർ ടു സ്റ്റോപ്പ് ആഫ്റ്റർ ദ പ്രൈം മൂവർ ഹാസ് ബീൻ ഷട്ട്. ഇപ്പോൾ മെഷീൻ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഓഫാക്കുമ്പോൾ നമ്മൾ പ്രൈമർ ഓഫ് ചെയ്യും. പ്രൈമർ ഓഫ് ചെയ്യുമ്പോൾ എന്നാലും ഈ ലോഡ് കാണത്തില്ല, ലോഡ് ഓഫാക്കും, പ്രൈമർ ഓഫാകുന്നു. അപ്പോൾ എന്നാലും ഈ ജനറേറ്റർ ബിക്കോസ് ഓഫ് ദ ഇനേർഷ്യ, അപ്പോൾ അത് സൈലൻറ്റ് പോൾ ആയിരുന്നാലും പിന്നെ സിലിണ്ടറിക്കൽ റോട്ടർ ആയിരുന്നാലും ഭയങ്കര ഇനേർഷ്യ അല്ലേ, ലാർജ് റൊട്ടേറ്റിംഗ് മാസ്. സൈലൻറ്റ് ബോൾ എടുക്കുകയാണെങ്കിൽ ഭയങ്കര ഡയമീറ്റർ വളരെ കൂടുതലായിരിക്കും, ഹെവി മാസാണ്. അപ്പോൾ ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന സംഗതി നമ്മൾ ഓഫ് ചെയ്താലും പ്രൈമർ സ്റ്റോപ്പ് ചെയ്തെന്നാലും ദ റോട്ടർ ഓഫ് ദ ജനറേറ്റർ വിൽ കണ്ടിന്യൂ ടു റൊട്ടേറ്റ് മേ ടേക്ക് ഹാഫ് ആൻ അവർ ടു സ്റ്റോപ്പ് എന്നാണ് പറയുന്നത്. ലാർജ് മെഷീൻസ് മേ ടേക്ക് ഹാഫ് ആൻ അവർ ടു സ്റ്റോപ്പ്. അപ്പം അത് നമുക്ക് അനുവദിക്കാൻ പറ്റത്തില്ല. മെഷീൻ ഓഫാക്കി കഴിഞ്ഞാൽ, ഷട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇത് നിൽക്കണം. ആസ് ബീൻ ഷട്ട് ഡൗൺ ഇഫ് നോട്ട് ബ്രേക്ക്. അപ്പം ബ്രേക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് അരമണിക്കൂറോളം ഇങ്ങനെ കറങ്ങാൻ സാധ്യതയുണ്ട്. ഇൻ ഓർഡർ ടു ബ്രിങ് ദ റോട്ടർ ക്വിക്ക്ലി ടു എ സ്റ്റോപ്പ്, ദി ജനറേറ്റർ ഈസ് പ്രൊവൈഡഡ് വിത്ത് ബ്രേക്സ്. അപ്പം പെട്ടെന്ന് നിർത്തുന്നതിന് വേണ്ടി നമ്മൾ അത് നിൽക്കുന്നിടത്ത് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇതിനകത്ത് മെയിൻ്റനൻസ് നടത്താനായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് എപ്പോഴും അത് ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിൽക്കണം. അതിനപ്പോൾ ഇതിന് ബ്രേക്കിൻ്റെ ആവശ്യമുണ്ട്, പ്രൊവൈഡഡ് ടു ബ്രേക്സ്. The brakes are so designed that they can dissipate the complete energy of the rotating parts and the machine is brought to rest within 3 minutes. അപ്പോൾ 3 മിനിറ്റ് കൊണ്ട് ഈ മെഷീൻ ബ്രേക്ക് ചെയ്ത് നിർത്തത്തക്ക രീതിയിലുള്ള സംവിധാനമാണ്. ബ്രേക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഹീറ്റ് എനർജി ഡിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ ആ ഹീറ്റ് എനർജി അബ്സോർവ് ചെയ്യാനായിട്ട് they can dissipate the complete energy of the rotating parts. അതിനുള്ള സംവിധാനങ്ങളൊക്കെ കൊടുത്തിരിക്കും. സ്ലിപ്പ് ഉണ്ട്. ഇതാണ് സ്ലിപ്പ് റിങ്സ് ആർ റിക്വയർഡ് ടു സപ്ലൈ DC എക്സൈറ്റേഷൻ ദ ഫീൽഡ് വൈൻഡിങ്. എപ്പോഴും ഓർക്കേണ്ടത്, നമ്മൾ വലിയ ജനറേറ്ററിനെ കുറിച്ചാണ് പറയുന്നത്. വലിയ ജനറേറ്റർ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഫീൽഡ് വൈൻഡിങ് പോൾസ് റോട്ടറിലാണ്. അപ്പം പോൾസ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോൾസിനെ ഇലക്ട്രോമാഗ്നറ്റ്സ് ആക്കുന്നതിന് ഇതിനകത്തൂടെ കറണ്ട് കൊടുക്കണം, ഡയറക്റ്റ് കറണ്ട് ഫ്ലോ ചെയ്യിക്കണം, ഡയറക്റ്റ് കറണ്ട് പാസ് ചെയ്യിക്കണം. അപ്പോൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിയിലൂടെ കറണ്ട് കടത്തി വിടണമെന്നുണ്ടെങ്കിൽ സ്ലിപ്പ് റിങ്ങും ബ്രഷും വേണം. അപ്പോൾ സ്ലിപ്പ് റിങ്സ് വേണം. എത്ര സ്ലിപ്പ് റിങ് വേണം? DC ആണ് കടത്തി വിടുന്നത്. അപ്പം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, ഗോ വയർ ആൻഡ് റിട്ടേൺ വയർ. അപ്പോൾ അതിന് നമുക്ക് 2 സ്ലിപ്പ് റിങ് വേണം. സ്ലിപ്പ് റിങ്സ് ആർ റിക്വയർഡ് ടു സപ്ലൈ DC എക്സൈറ്റേഷൻ ദ ഫീൽഡ് വൈൻഡിങ്.